ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ റെസിപ്പീസും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്ലീനിങ്ങും എല്ലാം ഇൻക്ലൂഡാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു വെക്കുക. കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടൺ കൂടെ പ്രസ് ചെയ്തേക്കണേ. പിന്നെ നിങ്ങൾ വീഡിയോ കണ്ടു തീരുന്നതിന് മുമ്പ് വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട്. കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും എല്ലാം ആക്കാനുണ്ട്. അപ്പോൾ ഇത് കിച്ചണിൽ നമ്മൾ വർക്കെല്ലാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു ഫ്ലവറൊക്കെ വെച്ച് അല്ലെങ്കിൽ നമ്മൾ പ്ലാന്റിനൊക്കെ കുറച്ച് വെള്ളമൊക്കെ കൊടുത്തിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഫ്രഷായിട്ട് എന്താ പറയുക ഒരു എനർജിയോട് കൂടിയിട്ട് നമ്മൾ കിച്ചണിലെ പണികൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് ഫീൽ ചെയ്യും. പോസിറ്റീവ് ഫീൽ ചെയ്യും കേട്ടോ. നമുക്ക് നിങ്ങൾ ചെയ്ത് നോക്കുക. ഒരു പ്ലാന്റ് എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും പ്ലാന്റോ ഫ്ലവറോ എന്തെങ്കിലും കൊണ്ടുവെക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഒരു വെജ് കുറുമയാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ഞാനൊരു സവാള, ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും പച്ചമുളകും, എരിവിനായിട്ടുള്ള പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ഇട്ടിട്ടൊന്ന് വഴറ്റാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 3-4 അല്ലി വെളുത്തുള്ളും കൂടെ ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളെ സവാള എല്ലാം സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഇതാ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എരിവിന് ആവശ്യത്തിലുള്ളത്, നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ട അതിനാവശ്യത്തിലുള്ളത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വെജീസ് ചേർത്ത് കൊടുക്കുക. ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ കോളിഫ്ലവർ, ക്യാരറ്റ്, ബീൻസ്, പിന്നെ ഇത് ഫ്രോസൺ ഗ്രീൻ പീസാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. നിങ്ങൾ ഗ്രീൻ പീസ്, സാധാ ഗ്രീൻ പീസ് ആണെങ്കിൽ വെള്ളത്തിൽ കുതിർത്തിട്ട് സെപ്പറേറ്റ് കുക്കറിൽ വേവിച്ചതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ വെജിറ്റബിൾസ് എല്ലാം വെന്ത് വന്നതിന് ശേഷം ഗ്രീൻ പീസ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇതാ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് 2 വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മൾ വെജിറ്റബിൾസ് എല്ലാം വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് തേങ്ങയും ഒരു 5-6 കാഷ്യൂനട്ടും കൂടെ കുതിർത്തത് ചേർത്ത് കൊടുത്തിട്ട് തേങ്ങ നന്നായിട്ടൊന്ന് അരച്ച് എടുത്തത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തിളച്ച് മറിയൊന്നും വേണം. ജസ്റ്റ് ഒന്ന് വരുന്ന സമയത്ത് നമുക്ക് ഓഫാക്കി കൊടുക്കുക. അത്രയും മതി. വെള്ളമൊക്കെ പാകത്തിനാക്കി എടുക്കുക. പിന്നെ ഇതാ കുറച്ച് മല്ലിയിലയും കൂടെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെജിറ്റബിൾ കുറുമ റെഡിയാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ മാത്രം ചേർക്കാം. എന്നിട്ട് കാഷ്യൂനട്ട് പേസ്റ്റ് ആക്കിയിട്ട് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ തേങ്ങ അരച്ച് ഒഴിച്ചു എന്നേ ഉള്ളൂ. അങ്ങനെ പല രീതിയിൽ നമ്മൾ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതാ ഞാൻ പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, നൈസ് പത്തിരി. അപ്പോൾ അതിന് ശേഷം നമ്മൾ വെജിറ്റബിൾസൊക്കെ വേവിക്കാൻ വെച്ചില്ല. ആ ഒരു സമയത്തൊക്കെ ഞാൻ പത്തിരിക്ക് പൊടി വാട്ടി കുഴച്ച് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി പത്തിരിക്കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മൾ കിച്ചണിൽ പണിയെടുക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പണികൾ തീർത്ത് ഫ്രീ ആകാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ചിലർക്കൊക്കെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കിച്ചണിൽ പണിയെടുത്താലും തീരൂല. അപ്പോൾ അങ്ങനെയുള്ളവർ ഒരുപാട് പേരുണ്ട് കേട്ടോ. അതൊരു നമുക്ക് എപ്പോഴും ഒരു ലക്ഷ്യം വേണം. ഒരു ലക്ഷ്യമില്ലാതെ പണിയെടുത്ത് പോകുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ആയിപ്പോകുന്നത് കേട്ടോ. എന്നിട്ട് ഒന്നിനൊന്നിനും നമുക്ക് സമയം തികയില്ല. കാര്യം നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ടാവും. സ്റ്റിച്ചിങ് ചെയ്യുന്നവരുണ്ടാവും, എന്താ പറയുക, അങ്ങനെ പലതും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ. പ്ലാന്റൊക്കെ സെലക്ട് ചെയ്ത് അതൊക്കെ വളർത്താനും പച്ചക്കറി ആയാലും അങ്ങനെയൊക്കെ നടാനും ഒക്കെ ഇഷ്ടമുള്ളവർ. പക്ഷെ അതിനൊന്നും ടൈം കിട്ടില്ല എന്ന് പറയും. എന്തിന് അവരെ സ്വന്തം കാര്യം ചെയ്യാൻ തന്നെ സമയം കിട്ടില്ല. സ്കിൻ കെയർ ചെയ്യാൻ സമയം കിട്ടില്ല, കുട്ടികളുടെ കാര്യത്തിന് സമയം കിട്ടില്ല, ഹസ്ബൻഡിൻ്റെ കാര്യത്തിന് സമയം കിട്ടില്ല, ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. വീട്ടിലെ പണി തന്നെ പകുതിയും തീർക്കാനുള്ള സമയം കിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ളവർ കുഞ്ഞു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും പെട്ടെന്ന് പണി തീർക്കുന്നവരും ഉണ്ട് കേട്ടോ. അവരെ പോലെ ആവാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ കുറ്റപ്പെടുത്തലും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. പക്ഷെ അതൊന്നും നിങ്ങൾ മൈൻഡാക്കേണ്ട കാര്യമില്ല. എല്ലാവരും ഒരുപോലെ ആവില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഫാൾട്ട്, എന്താണ് എൻ്റെ പോരായ്മ എന്താണ് നിങ്ങൾ തന്നെ കണ്ടെത്തുക. എന്നിട്ട് അത് മാറ്റാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അത് ചിലർക്ക് കുക്കിംഗ് ഈസി ആയിരിക്കും, എന്നാൽ ക്ലീനിങ്ങിന് അത്ര താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ക്ലീനിങ്ങിന് ഞാൻ എന്തൊക്കെ ചെയ്യണം, അത് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തെല്ലാം ചെയ്യേണ്ടത്, ആ രീതിയിൽ നിങ്ങൾ ചെയ്തെടുത്താൽ മതി. അതുപോലെ തന്നെ ചിലർക്ക് കുക്കിംഗ് ഭയങ്കര ഒരു മലമറിക്കുന്ന പണിയായിരിക്കും. ക്ലീനിങ് ഭയങ്കര ഈസി ആയിരിക്കും, ഇഷ്ടമായിരിക്കും. അതുപോലെ തന്നെ കുക്കിംഗ് ഇഷ്ടം ഉണ്ടാവില്ല. ആ ഇഷ്ടക്കേടോട്ട് വരുന്ന കാര്യങ്ങളാണ്. പിന്നെ അറിവില്ലായ്മയും ഉണ്ടാവും.
കുക്കിംഗ് അറിയാത്ത ആ ഒരു പ്രശ്നം ഉണ്ടാകും. അപ്പോൾ അത് കണ്ടെത്തിയിട്ട് നിങ്ങൾ അതിലെന്താണോ ചെയ്ത് വെക്കേണ്ടത്, ഇനി ചെയ്ത് വെക്കാണ്ട് ചെയ്യുക. അതുപോലെ തന്നെ പാചകം പഠിക്കുകയാണെങ്കിൽ പഠിക്കുക, ചെറുതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കുക. അങ്ങനെ അതിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് കാണിക്കുക. അങ്ങനത്തെ കാര്യങ്ങൾ വേഗം ചെയ്ത് തീർക്കാൻ വേണ്ടിയും ശ്രദ്ധിക്കുക. നമുക്ക് ഇഷ്ടമില്ലാത്ത മടിയുള്ള കാര്യങ്ങൾ വേഗം ചെയ്ത് വെക്കാൻ വേണ്ടിയും ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ കാര്യങ്ങളും കൂടെ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ കിച്ചണിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് ആകുന്ന അപ്പം ഞാൻ പൊടിയൊക്കെ വാട്ടി കുഴച്ചത്, നിങ്ങൾക്ക് ആ കിച്ചൺ കൗണ്ടർ ടോപ്പ് കണ്ടാൽ തോന്നുമോ ഞാൻ അവിടെ പൊടി കുഴച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ആ ഒരു ഏരിയ നമ്മൾ എന്ത് ചെയ്യുക, അപ്പം തന്നെ അവിടെ പത്തിരിക്ക് പൊടിയൊക്കെ വാട്ടുമ്പോൾ നമ്മൾ സ്റ്റൗവിൽ വീഴും, പൊടിയൊക്കെ വീഴും. അതുപോലെ തന്നെ അപ്പുറത്ത് വാട്ടി കുഴക്കുന്ന സമയത്ത് അത് ഒട്ടിപ്പിടിച്ചതുണ്ടാവും. അതൊക്കെ അപ്പം തന്നെ ഒന്ന് നനച്ചിട്ടിട്ട് നമ്മൾ കല്ല് വെക്കുമ്പോൾ കല്ല് വെച്ച് ചൂടാകുന്നൊരു സമയം നമുക്കുണ്ടാവും. അത് ചൂടായി വരണം, നമുക്ക് പത്തിരി ചൂടാൻ വേണ്ടി ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ എടുത്ത സാധനങ്ങൾ വേഗം എടുത്ത് വെക്കുക. പത്തിരി പൊടി വാട്ടിയ ആ ഒരു സംഭവങ്ങൾ വേഗം കഴുകാനായിട്ട് എടുക്കുക. അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പ് നമ്മൾ പൊടി കുഴച്ചതുണ്ടാവും, അവിടെ ഒന്ന് നീറ്റാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് ഒന്ന് തുടച്ചു കൊടുക്കുക. അപ്പോൾ അവിടെ ക്ലീൻ ആയിട്ടിരിക്കും. എന്നിട്ട് പിന്നെ പത്തിരി നമുക്ക് ചൂടാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ അങ്ങനെ ചെറിയ ഗ്യാപ്പിൽ ഓരോരോ പണികൾ നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിൻ്റെ കൂടെ തന്നെ ആ പാത്രം ആയത് ആ ഗ്യാപ്പിൽ കഴുകി വെക്കാനും വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിച്ചണിലെ കാര്യങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഒരുപാട് സമയം നമുക്ക് കിച്ചണിൽ ചിലവഴിക്കേണ്ടതായിട്ട് വരില്ല. കുറേ കാര്യങ്ങളൊന്നും നമുക്ക് കാണിക്കാൻ പറ്റില്ല. എന്നാലും പിന്നെ എന്താ ചെയ്യുക, നമ്മൾ ഒരുപാട് പാത്രങ്ങൾ വലിച്ചിടാതെ, ഇപ്പം നമുക്ക് വീഡിയോക്ക് വേണ്ടിയിട്ട് ഭംഗിയുള്ള പാത്രങ്ങളൊക്കെ എടുക്കേണ്ടി വരും. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എടുത്ത പാത്രങ്ങൾ തന്നെ കഴുകിയിട്ട് വീണ്ടും യൂസ് ചെയ്യാം പാചകത്തിന് വേണ്ടിയിട്ട്. അത് നമ്മൾ എത്ര പാത്രം എടുക്കുന്നോ അത്രയും കുറവായിരിക്കും, കുറച്ചെടുക്കുന്നോ അത്രയും കുറവായിരിക്കും നമുക്ക് കഴുകാനുള്ള പാത്രങ്ങൾ. കഴുകി എടുത്തു വെക്കുന്ന പാത്രങ്ങൾ എടുത്തു വെക്കാനും കുറവായിരിക്കും. നമ്മൾ വലിച്ചിടുന്നതിനനുസരിച്ച് അവിടെയൊക്കെ നമുക്ക് വ്യത്യാസം വരും, പണി കൂടുതലായിട്ട് വരും കൂടുതൽ പാത്രങ്ങൾ എടുത്താൽ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത, നിങ്ങൾ വല്ലപ്പോഴും എടുക്കുന്ന പാത്രങ്ങൾ നിങ്ങൾ നല്ലോണം എടുത്തു വെക്കുക. ആവശ്യത്തിന് കുറച്ച് പാത്രങ്ങൾ മാത്രം, ഒരുപാട് പാത്രങ്ങൾ നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് എടുക്കരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് പാത്രങ്ങൾ നിങ്ങൾ എടുക്കുക, എന്നിട്ട് അത് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഒരുപാട് പാത്രങ്ങൾ കാണുമ്പോൾ നമ്മൾ ഒരുപാട് പാത്രങ്ങൾ എടുത്തിട്ട് നമ്മൾ യൂസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് വരും. അത് നമുക്ക് ഒരുപാട് പണി ഉണ്ടാക്കുകയും ചെയ്യും. പിന്നെ ഒരുപാട് പേർക്ക് പണി മര്യാദക്ക് ചെയ്യാൻ പറ്റാത്തത് കളിയാക്കലുകളും കുറ്റപ്പെടുത്തലുകളും ഞാൻ നേരത്തെ പറഞ്ഞു, അതൊക്കെ ഉണ്ടാവാൻ ഉണ്ടാവും. പക്ഷേ അങ്ങനെ തന്നെയാണ് നമ്മൾ വരിക. എല്ലാവരും ഒരുപോലെ പെർഫെക്റ്റ് ആയിരിക്കണം എന്നില്ല. അപ്പോൾ നമ്മൾ എവിടെയാണോ നമ്മളെ വീക്ക് പോയിൻ്റ് ഏതാണോ അത് നോക്കിയിട്ട് നമ്മൾ തന്നെ നമ്മളെ തിരുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. നമുക്ക് തന്നെ അറിയാമല്ലോ എനിക്ക് എന്താണ് പറ്റാത്തത്, എനിക്ക് ഏതാണ് പറ്റാത്തത്, എന്തുകൊണ്ടാണ് ഞാൻ വൈകുന്നത്, എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും സമയം കിച്ചണിൽ അല്ലെങ്കിൽ പണിയെടുത്തുകൊണ്ടിരിക്കേണ്ടി വരുന്നത്. അത് കണ്ടുപിടിച്ചിട്ട് അതിനുള്ള സൊല്യൂഷൻസാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. തലേ ദിവസം എന്തെങ്കിലുമൊക്കെ ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് വെക്കുക, ഫിഷ് അങ്ങനത്തെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുക. അങ്ങനെ കുറച്ച് സമയം കണ്ടെത്തിയിട്ട് അതൊക്കെ ഒന്ന് ചെയ്ത് വെച്ചാൽ കാര്യം എല്ലാവർക്കും, ചിലർക്ക് 1 മണിക്കൂർ കൊണ്ട് തന്നെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും കിച്ചൺ ക്ലീനിങ്ങും എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ചിലർക്ക് എത്ര സമയം നിന്നാലും അവർക്കത് ഒരുപാട് ടൈം വേണ്ടി വരും. ഉച്ചവരെ അവർ കിച്ചണിൽ നിന്നാലേ അവർക്ക് അതെല്ലാം ആക്കാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളും അങ്ങനത്തെ എല്ലാം വരും. അപ്പോൾ അത് എന്താണെന്ന് അറിഞ്ഞിട്ട് അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ നമ്മളൊന്നും കൂടെ പ്ലാൻ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കും ഈ സ്പീഡിൽ ചെയ്യുന്നവരെന്ന് പറഞ്ഞില്ല അവരെ പോലെ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അവർക്ക് വേഗം ചെയ്യാനുള്ള ആ ഒരു ഇതുണ്ടാവും. അപ്പോൾ നമ്മളെ പോരായ്മ നമ്മൾ കണ്ടെത്തിയിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മളെ മൈൻഡിൽ കൊണ്ടുവെക്കുക ഓരോരോ കാര്യങ്ങൾ. അതാണ് ഞാൻ പറഞ്ഞ ഒരു ലക്ഷ്യം നമുക്ക് വേണമെന്ന്. അങ്ങനെ നമ്മൾ ഒരു പ്ലാൻ ചെയ്ത് നമ്മൾ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു 2 വീക്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മളും അവരെ പോലെ സ്പീഡായിട്ട് നല്ല ലക്ഷ്യബോധത്തോടെ നമ്മളെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഒരുപാട് സമയം നമുക്ക് ചിലവഴിക്കേണ്ടതായിട്ടും വരില്ല. സ്പീഡായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ വേറൊരു കാര്യം കൂടെ ചെയ്യുക. നിങ്ങൾ എന്താ പറയുക, ഞാൻ പറഞ്ഞതുപോലെ പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഓരോന്നിങ്ങനെ ഇങ്ങനെ ടിക്കറ്റ് പോകുക. അപ്പോൾ നിങ്ങൾക്ക് അത് മടിയുള്ളവരും വേഗം തീരാത്തവരും അത് ഒരു ടൈമും കണക്കാക്കുക. എന്നിട്ട് ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഒരു 10 മണി
അല്ലെങ്കിൽ ഒരു 8 മണി അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ലഞ്ചോ ബ്രേക്ക്ഫാസ്റ്റ് എന്താണോ നിങ്ങൾക്ക് ആക്കേണ്ടത് അത് ഞാൻ ആക്കി തീർക്കും. അതുപോലെ തന്നെ കിച്ചൺ ക്ലീനിങ്ങും ഞാൻ അതിൻ്റെ ഇടയിൽ ചെയ്തിരിക്കും എന്ന് പറയാം. എന്നിട്ട് 1 മണിക്കൂർ ഒരു 9 മണി കൊടുക്കുക. എന്നിട്ട് ആ 9 മണീൻ്റെ ഉള്ളിൽ ബാക്കി എൻ്റെ ക്ലീനിങ്ങും കുളിയും കാര്യങ്ങളും തീരൂല എന്ന് നിങ്ങൾക്ക് അറിയാം. പക്ഷേ തീർക്കും എന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കണം കേട്ടോ. 9 മണിയാകുമ്പോഴത്തേക്കും മറ്റേ കുളിയടക്കം തീർത്തിട്ട് ഞാൻ വന്ന് നോക്കുമ്പോൾ 9 മണി ആയിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ച് നോക്ക്. നിങ്ങൾക്കത് ഫസ്റ്റ് ചിലപ്പോൾ ഒരു 10 മിനിറ്റ് വൈകുമായിരിക്കും. പക്ഷേ പിന്നെ നിങ്ങൾക്ക് ഒരു 2 ദിവസം കൊണ്ടാണ് നിങ്ങൾക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആ ഒരു ലക്ഷ്യത്തിൽ നിങ്ങൾക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അത്രയും സമയം, കാരണം നിങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഇപ്പോൾ വൈകുന്നേരം വരെ നിങ്ങൾ പണിയെടുക്കുന്ന കൂട്ടത്തിലാണെങ്കിൽ അതിൻ്റെ ഇടയിൽ നിങ്ങൾ വിശ്രമിക്കുന്നുണ്ടാവും, അതിൻ്റെ ഇടയിൽ ഇരിക്കുന്നുണ്ടാവും, അതിൻ്റെ ഇടയിൽ ഫോൺ നോക്കുന്നുണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞാലും ഫ്രീ ആയിട്ട്, മൈൻഡ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കുക. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പണിയെടുക്കുന്ന സമയത്ത്, നമ്മൾ കിച്ചണിലേക്ക് വരുന്ന സമയത്ത്, അതായത് നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ആ ഒരു സമയത്ത് ഫോൺ അങ്ങ് മാറ്റി വെച്ച് മെയിനായിട്ടുള്ള കാര്യം നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവുക. മീൻസ് വാട്സപ്പ്, നമുക്ക് അർജൻറ്റ് വരുന്ന മെസ്സേജസ് കാര്യങ്ങൾ നമുക്ക് അറിയാമല്ലോ, അങ്ങനെയുള്ളത് മാത്രം നോക്കിയിട്ട് ഫോൺ അങ്ങ് മാറ്റി വെച്ചിട്ട് പിന്നീട് നമ്മളെ പണികൾ കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഫോണ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഒരുപാട് ടൈം നമ്മൾ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ കാണുന്നവരുണ്ടാവും, സിനിമ കാണുന്നവരുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രഭാഷണം, അങ്ങനെ മോട്ടിവേഷൻ ടോക്ക്, വ്ളോഗ്സ്, അങ്ങനെ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടം അതൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ട് എൻ്റർടൈൻമെൻറ്റ് ആകാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. നിങ്ങൾ ആ ഒരു അനുഭവിക്കുന്ന ആ ഒരു ടെൻഷൻ, ആ ഒരു വേദന നിങ്ങൾക്ക് മാറിയിട്ട് നിങ്ങൾക്കും പെർഫെക്റ്റ് ആകാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് റഫീഖ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട് കേട്ടോ. ഇനി എനിക്ക് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളുണ്ട്. പിന്നെ ഉച്ചക്കത്തേക്ക് ലഞ്ച് ഉണ്ട്. ഇന്ന് റഫീഖ ലഞ്ച് കഴിക്കാൻ വരും. അപ്പോൾ ലഞ്ചും കൂടെ ആക്കണം. പിന്നെ ഞാൻ ലഞ്ചിന് ഒരു റൈസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ റൈസ് ആകുമ്പോൾ ഞാൻ അങ്ങനത്തെ റൈസ്, മന്തി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെക്കുമല്ലോ കേട്ടോ. അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കും, പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കും. പക്ഷേ ആ ഒരു ഉച്ച ടൈമിനാണ് ഞാൻ ലഞ്ച് ഉണ്ടാക്കുക കേട്ടോ. എനിക്ക് അങ്ങനത്തെ റൈസുകൾ നേരത്തെ ഉണ്ടാക്കി വെക്കുന്നത് ഇഷ്ടമല്ല. അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്, കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കുറുമ ഉണ്ടാക്കിയില്ലേ, അപ്പോൾ ആ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാൻ നമുക്ക് കുറച്ചധികം സമയം വേണ്ടി വരും. അപ്പോൾ അത് തലേ ദിവസമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഈ ഞാനൊരു സ്പീഡ് കിട്ടാത്തവർ, വേഗം പണി തീരാത്തവർ, അങ്ങനെയുള്ളവർ കേട്ടോ. അതുപോലെ തന്നെ പാചകത്തിലേക്ക് കടന്നു വരുന്നവർ, പാചകം പഠിക്കുന്നവർ, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാചകത്തിൽ ഒന്നുകൂടെ ശ്രദ്ധിച്ച് ഒന്ന് ഫ്രീ ആയിട്ട് റിലാക്സ് ആയിട്ട് പണികൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ രാവിലെ നടക്കാൻ പോക്കും കാര്യങ്ങളും, പിന്നെ നമ്മൾ ഞാൻ കുറച്ച് സമയമൊക്കെ ചെടിയിലൊക്കെ നിന്ന് ഒന്ന് ഫ്രീ ആയിട്ടൊക്കെയാണ് രാവിലത്തെ ഒരു എന്താ പറയുക, ഒന്ന് ഫ്രീ ആയിട്ട് തന്നെയാണ് ഞാൻ കിച്ചണിലെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്യൽ. രാവിലത്തെ കുളിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട്. അപ്പോൾ അതിനൊക്കെ ഞാൻ സമയം കണ്ടെത്തുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഫിഷ് കാര്യങ്ങൾ, വെജിറ്റബിൾസ് കട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തലേ ദിവസം ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ജസ്റ്റ് കുക്ക് ചെയ്തെടുക്കേണ്ട കാര്യമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഹറിബറിയായിട്ട് കിച്ചണിൽ കയറേണ്ട കാര്യം എനിക്ക് വരില്ല. മാത്രമല്ല, അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മുടെ കിച്ചണും നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കും. ബാക്കിയുള്ളത് നമ്മൾ നോക്കിയാൽ മതിയാവും കേട്ടോ. അപ്പോൾ നമ്മൾ കിച്ചണിലൂടെയാണ് നമ്മൾ അഴുക്കും കാര്യങ്ങളൊക്കെ നമ്മൾ അകത്തേക്കും ഹാളിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെ പോകുന്നത്. അപ്പോൾ കിച്ചൺ നീറ്റായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെ എല്ലാ ഭാഗവും നീറ്റായിട്ട് ഇരുന്നോളും. അത് വേറൊരു കാര്യം. അപ്പോൾ അതിനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മളെല്ലാ ക്ലീനിങ്ങും പണികളും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇരട്ടിയാകുന്നതും നമുക്ക് കുറയുന്നതും. ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് എനിക്ക് വീഡിയോൻ്റെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു അന്നത്തെ ദിവസത്തെ. അപ്പോൾ അതും ചെയ്തിട്ട് ഇപ്പോൾ ഒരു 12 മണിയായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കിച്ചണിലേക്ക് വന്നപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് നമ്മൾ അഫ്ഗാൻ മന്തിയില്ലേ, ആ ഒരു വൈറ്റ് റൈസ്, അത് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തിളക്കാനായിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കട്ടെ. നിങ്ങൾ ചോദിച്ചിട്ടില്ലേ ആ ഒരു റൈസ് നമുക്ക് കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന്. അപ്പോൾ കുക്കറിൽ ഈസി ആയിട്ട് ഒന്നുകൂടെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അതാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. കുറേ പേര് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുക്കറിൽ ചെയ്യുന്നവർക്ക് ഇത് ഭയങ്കര ഈസിയാണ്. ഇനി അല്ല, നിങ്ങൾ പാനിൽ തന്നെ കുറച്ചധികം ചെയ്യുന്നവരാണെങ്കിൽ അടുപ്പിൽ തന്നെ ചെയ്യുന്ന രീതിയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ പിന്നെ കമൻറ്റായിട്ട് കൊടുക്കാം കേട്ടോ, ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കിക്കോ. സൂപ്പർ റൈസാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റുള്ള വെറൈറ്റി റൈസാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ആ റൈസ് വേവിക്കാൻ വേണ്ടി ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ സിമ്മിലാക്കി കൊടുത്തതാണ് കേട്ടോ.
അപ്പോൾ ഇതാ ഈ ഒരു ഓയിൽ ബോട്ടിലെ നമ്മൾ ഗ്രോ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാണ്. നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. നമുക്ക് സ്പ്രേ ചെയ്യുകയും ചെയ്യാം, അതുപോലെ തന്നെ ഓയിൽ എടുക്കുകയും ചെയ്യാം. ഓയിൽ എടുക്കുന്ന ആ ഭാഗം നിങ്ങൾ കണ്ടോ, അതിൻ്റെ ഉൾഭാഗത്തായതുകൊണ്ട് ഓയിൽ ഇങ്ങനെ എടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുടക്കേണ്ട കാര്യമില്ല. അതിങ്ങനെ ലീക്ക് ആവുകയില്ല കേട്ടോ, അങ്ങനെ പുറത്തേക്ക് കൂടെ ഇങ്ങനെ ഒഴുകൂല. അത് അതിൻ്റെ ഉള്ളിലാണ് അതുള്ളത്. അപ്പോൾ അത് എനിക്ക് നല്ല യൂസ്ഫുൾ ആയിരുന്നു. നിങ്ങൾ ആവശ്യമുള്ളവർ ഉണ്ടെങ്കിൽ ഞാൻ ലിങ്ക് തന്നിട്ടുണ്ടായിരുന്നു, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആവശ്യമുള്ളെങ്കിൽ വാങ്ങിക്കോട്ടോ. ചെറിയ റേറ്റ് അതിന് വരുന്നുള്ളൂ, ഒരു 180 അങ്ങനെ എന്തോ എൻ്റെ ഓർമ്മ. മാക്സിമം 200ൻ്റെ മുകളിലേക്ക് പോകുന്നില്ല എന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ആവശ്യമുള്ളവർ. നല്ല ക്വാളിറ്റി സാധനമാണ് കേട്ടോ, ഞാൻ വെറുതെ പറയുന്നതല്ല. അപ്പോൾ നമ്മൾ റൈസ് എല്ലാം വെള്ളം തിളച്ച് വന്നതിന് ശേഷം ഇട്ട് കൊടുത്തു. അപ്പോൾ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ 2 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഞാനിതാ നേരത്തെ തന്നെ നമ്മൾ ചിക്കൻ, ഒരു 1/2 കിലോ ചിക്കൻ, ഞാൻ 1/2 കിലോ റൈസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 1/2 കിലോ ചിക്കൻ മസാലയെല്ലാം ചേർത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. മസാല ചേർത്ത് കൊടുത്തത്, ഒരു 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുത്തു. പുളിയുള്ളതോ പുളിയില്ലാത്തതായാലൊന്നും കുഴപ്പമില്ല. പിന്നെ ഒരു 3 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു. ഉപ്പ് ചേർത്ത് കൊടുത്തു. ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയൊരു 1/4 ഇഞ്ച് നീളത്തിലുള്ള കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നിങ്ങൾ രാവിലെ തന്നെ ചെയ്ത് വെച്ചോ. അറ്റ്ലീസ്റ്റ് 1 മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങളിത് മസാലയൊക്കെ പെരക്കി വെക്കുന്നത് നല്ലതാണ് കേട്ടോ. മസാലയൊക്കെ ചിക്കനിലേക്ക് പിടിച്ച് ചിക്കൻ നല്ല ടേസ്റ്റും സോഫ്റ്റും ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. തലേദിവസം തന്നെ ചെയ്ത് വെച്ചാൽ അത്രയും നല്ലതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിൽ നമ്മൾ മന്തിക്കൊക്കെ ചെയ്യുന്ന പോലെ ഓയിലൊന്നും ഇപ്പോൾ ഒഴിച്ചിട്ടില്ല. ഈ ചിക്കനില്ലേ അതിങ്ങനെ അതിൻ്റെ മുകളിൽ വെക്കരുത്, ഇങ്ങനെ എന്താ പറയുക നിരത്തി വെച്ച് കൊടുക്കുക. ആ മസാലയൊക്കെ അതിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളവും അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. 1/2 ഗ്ലാസ് പോലും വേണ്ട, 1/4 ഗ്ലാസ് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഒരു 1/2 ബൗൾ, നമ്മൾ ബൗളില്ലേ ബൗളിനൊക്കെ 1/2 ബൗൾ ഓയിലും കൂടെ, റൈസിനുള്ള ഓയിലാണ് നമ്മൾ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്, അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത്രയും മതി കേട്ടോ. ഇനിയിപ്പോൾ നമ്മളെ റൈസ് ഒരു 1/4 വേവായിട്ടുണ്ട്. ഇനി നമ്മൾ കുക്കറിൽ വിസിലടുപ്പിക്കുന്നുണ്ട്. അപ്പം 1/4 വേവ് മതി കേട്ടോ. സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് എന്നാൽ നമുക്ക് കഴിക്കാൻ പറ്റിയ ആ ഒരു വേവ്, പെർഫെക്റ്റ് വേവ് ആയിട്ടുമില്ല. ബാക്കി നമുക്ക് കുക്കറിലാക്കി എടുക്കാം. അതൊന്ന് ഞാൻ ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ വെച്ച് കൊടുത്തില്ലേ, നിങ്ങൾ ആ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കാൻ മറന്നു പോകരുത്, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും ചിക്കൻ. അതുകൊണ്ടാണ് ആ ഒരു വെള്ളം അതിൽ ഉണ്ടാവില്ല കേട്ടോ നമ്മൾ വെന്ത് വരുമ്പോൾ. ഇനി നമ്മളെ റൈസ് ഫുള്ളായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. എത്രയും വെക്കുന്ന അത്രയും ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് 5 ലിറ്ററിൻ്റെ കുക്കറിൽ ഇതൊരു 3 പാട്ട വരെ 1/4 കിലോ വരെ നമുക്ക് വെക്കാം കേട്ടോ. ഞാനിപ്പോൾ 1/2 കിലോനാണ് വെക്കുന്നത്. അത് ഫുള്ള് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 2 പിഞ്ച് മഞ്ഞൾപ്പൊടി കുറച്ച് പാലിലൊന്ന് കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഒരു കളറിന് വേണ്ടിയിട്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല അത് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ വേണ്ട കേട്ടോ, ഒരു 1/2 ടീസ്പൂൺ വേണ്ട, 1/4 ടീസ്പൂൺ മതി കേട്ടോ. ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ സവാള എടുത്തിട്ടുണ്ട്. ഒരു ഇതുപോലെ റൗണ്ടാക്കിയിട്ട് നൈസായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇങ്ങനെ സവാള വെറുതെ ഇങ്ങനെ പച്ചക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. നല്ല ടേസ്റ്റാട്ടോ. നമ്മൾ റൈസിന് നമ്മൾ ഒരുപാട് ഐറ്റംസ് ഒന്നും ചേർക്കുന്നില്ല. എന്നാൽ ഈ ഞാൻ പറയുന്ന ഐറ്റംസ് നിങ്ങൾ മിസ്സാക്കാനും പാടില്ല കേട്ടോ. ഇങ്ങനെ സവാളയൊക്കെ വെക്കുന്ന സമയത്ത് ആ സവാളയും അതുപോലെ തന്നെ മല്ലിയിലയും പുതിനയിലും സമം എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കുക. ഒരു 4 പച്ചമുളക് ഇതുപോലെ കുത്തി കൊടുക്കുന്നുണ്ട്. ഇനി മല്ലിയിലയും ഇതിൻ്റെ മുകളിൽ സ്പ്രെഡാക്കി കൊടുക്കുക. ഇതൊക്കെയാണ് ഈ റൈസിൻ്റെ ഫ്ലേവർ വരുന്നത് കേട്ടോ. ഈ ഒരു സവാളയൊന്നും നമ്മൾ റൈസ് വെന്ത് വരുമ്പോൾ കാണൂല, അതിലേക്ക് ഇങ്ങനെ ചേർന്ന് നിൽക്കും, കടിക്കുകയൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇതിൻ്റെയൊക്കെ ഫ്ലേവർ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ചേർത്ത് കൊടുത്തു, ഇത്ര തന്നെ ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ കുക്കർ അടച്ച് 2 വിസിൽ, ഹൈ ഫ്ലെയിമിൽ വേണം 2 വിസിൽ. ലോ ഫ്ലെയിം ആണെങ്കിൽ, നിങ്ങൾ ഫ്ലെയിമെല്ലാം കുറവാണെങ്കിൽ 1 വിസിൽ മതി കേട്ടോ. ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ അടുപ്പിച്ചെടുത്ത് എയർ പോയതിന് ശേഷം ഞാൻ തുറന്നു നോക്കും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ റൈസെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. ചിക്കനും അതുപോലെ തന്നെ കുക്കായി കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് അച്ചാറൊന്നുമില്ല, അപ്പോൾ ഞാനൊരു ഇൻസ്റ്റൻറ്റ് അച്ചാർ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. നമ്മൾ മാങ്ങയിഞ്ചില്ലേ, മാങ്ങയിഞ്ചി എന്നൊക്കെ നമ്മളിവിടെ മാങ്ങയിഞ്ചി എന്നാണ് പറയാം. അത് ഞാൻ ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്, പച്ചമുളക്, കറിവേപ്പില, ഇത്രയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം കുറച്ച് എണ്ണയാണ് ഞാൻ എടുത്തത്, നല്ലെണ്ണ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലോ വെളിച്ചെണ്ണയോ ഒക്കെ എടുക്കാം. കുറേ നാളെടുത്ത് വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലെണ്ണ തന്നെ എടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണയൊക്കെ എടുക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. കടുക് പൊട്ടിച്ച് കുറച്ച് കറിവേപ്പിലിട്ടു, ഒരു പച്ചമുളകൊക്കെ നിങ്ങളിഷ്ടം, ഒരു 3-4 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു. അതിലേക്ക് നമ്മളെ മാങ്ങ ഇഞ്ചി ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുത്തു. ഇനി മാങ്ങ ഇഞ്ചി ഇല്ലെങ്കിൽ സാധാ ഇഞ്ചി എടുത്താലും കുഴപ്പമില്ല കേട്ടോ. മാങ്ങ ഇഞ്ചി ഇങ്ങനെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. അത് ഇട്ട് കൊടുത്തിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. കുക്കാക്കാനൊന്നുമല്ല, ആ ഒരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തു. പിന്നെ ക്യാരറ്റും ബീറ്റ്റൂട്ടും എടുക്കുമ്പോൾ മാങ്ങ ഇഞ്ചീൻ്റെ കുറച്ച് കുറവ് വേണം കേട്ടോ എടുക്കാൻ. എൻ്റെ അടുത്ത് ഇപ്പോൾ കുറഞ്ഞ അളവേ മാങ്ങ ഇഞ്ചിയുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ അളവൊന്നും
വല്ലാണ്ട് അങ്ങ് നോക്കിയിട്ടില്ല. മാങ്ങ ഇഞ്ചി ഡബിൾ ആക്കിയിട്ട് എടുക്കുക കേട്ടോ. ക്യാരറ്റ് ഒരു ചെറുതെടുത്തിട്ടുണ്ട്, ബീട്രൂട്ട് ഒരു ചെറുതിൻ്റെ പകുതി ഞാൻ എടുത്തിട്ടുള്ളൂ ഗ്രേറ്റ് ചെയ്തത്, അതിട്ട് കൊടുത്തു. ഒരു മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. വല്ലാണ്ട് ഇങ്ങനെ കുക്കായി സോഫ്റ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് അച്ചാർ പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അച്ചാർ പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. മുളക് പൊടി 3 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഇനി ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. കായപ്പൊടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ കുറച്ച് വേണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായത്തിൻ്റെ കട്ടയാണെങ്കിൽ നിങ്ങൾ കടുക് ചേർത്തില്ല, കടുക് പൊട്ടി കഴിഞ്ഞ ഉടനെ തന്നെ ഒരു പീസ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതിതാ ഒരു മിനിറ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ആ ഒരു മസാലേൻ്റെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. അത്രയും മതി. ഇനി ഇതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കുക. വിനാഗിരി നിങ്ങൾക്ക് കുറേ നാൾ നിങ്ങൾ പുറത്ത് വെച്ച് യൂസ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾ ഗ്രേവിക്ക് അനുസരിച്ചുള്ള വിനാഗിരി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുത്തു. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ വിനാഗിരി ചേർത്ത് കൊടുത്തു. ബാക്കി ഞാൻ തിളപ്പിച്ചാറിയ വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ ഇത് വെക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ഇത് കായപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്, ഈ രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരാഴ്ച വരെ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചാൽ ഒരാഴ്ച വരെ പുറത്ത് നിങ്ങൾക്ക് സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇൻസ്റ്റൻറ്റ് പിക്കിളാണ്. അപ്പോൾ നമ്മൾ കുറേ വിനാഗിരി ഒന്നും ഒഴിക്കുന്നതിനേക്കാളും നല്ല കുറച്ച് വിനാഗിരിയിൽ നമ്മൾ കുറച്ച് അച്ചാർ ഉണ്ടാക്കിയെടുത്താൽ, ഒരുപാട് വിനാഗിരി ഒന്നും നമുക്ക്, കുട്ടികളാണെങ്കിലും ഒരുപാട് കഴിക്കൂലേ, അപ്പോൾ ഒരുപാട് വിനാഗിരി ഒന്നും ഒഴിച്ചുണ്ടാക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറേ നാൾ എടുത്ത് വെക്കാനാണെങ്കിൽ ഫുൾ വിനാഗിരി തന്നെ എടുത്തോ, തിളപ്പിച്ചാറ് വെള്ളം ചേർത്ത് കൊടുക്കരുത്. ഇനി അതിലേക്ക് വിനാഗിരി ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് തിള വരുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. ആ മധുരവും ഉപ്പും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എരിവും പുളിയൊക്കെ ഒന്ന്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ, അതും കൂടെ ചേർത്ത് കൊടുത്തു. അതില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് കടുകും, ഒരു 1/2 ടീസ്പൂൺ കടുകും, ഒരു 1/4 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ഒന്ന് റോ ആയിട്ട് വറുത്തെടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. തണുത്തതിന് ശേഷം ഇതാ ഞാൻ ഒരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാകുമ്പോൾ ഒരുപാട് നാൾ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ടേസ്റ്റ് വ്യത്യാസം ഒക്കെ ഇവിടെ ഒന്നും വരില്ല കേട്ടോ. നമ്മൾ തിളപ്പിച്ചാറി വെള്ളം ഒഴിച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ഒരു ചെറിയ ബോക്സിൽ പുറത്തെടുത്താൽ മതി കേട്ടോ. ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് വിനാഗിരി ചേർക്കണ്ട, അത്രയേ ഉള്ളൂ. കൂടുതൽ ഫുൾ വിനാഗിരി നിങ്ങൾ ചേർത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പുറത്ത് തന്നെ വെച്ചോട്ടോ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് എൻ്റെ അടുത്ത് അച്ചാർ ഫുള്ള് തീർന്നിട്ടുണ്ടായിരുന്നു. ഇനി റമദാനൊക്കെ ആകുമ്പോഴത്തേക്ക് അച്ചാറൊക്കെ ഇടണം, മാങ്ങയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് ഇടണം. ഇപ്പോൾ തൽക്കാലം ഞാൻ ഇട്ടുവെന്നേ ഉള്ളൂ കേട്ടോ. കയ്യിലുള്ളത് മാങ്ങയിഞ്ചി കിട്ടിയപ്പോൾ ഇട്ടുവെന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ റൈസെല്ലാം നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. 2 വിസിലായി. ഞാൻ ഫ്ലെയിമെല്ലാം ഓഫാക്കി എയറെല്ലാം പോയതിന് ശേഷം തുറന്നു നോക്കിയതാണ്. റൈസൊക്കെ നമ്മൾ അടുപ്പിൽ ഉണ്ടാക്കിയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. സോഫ്റ്റ് റൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നുകൂടെ ഇങ്ങനെ ഭയങ്കരമായുള്ള റൈസാട്ടോ. നിങ്ങൾക്ക് മന്തി ഉണ്ടാക്കിയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, ഒന്നുകൂടി സോഫ്റ്റുള്ള റൈസാണ്. നമുക്കിങ്ങനെ എന്താ പറയുക, പൂ പോലത്തെ റൈസാട്ടോ. ഇങ്ങനെ ചെയ്താൽ കിട്ടുക. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കി. എന്നിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ചിക്കനൊക്കെ നല്ല കറക്റ്റായിട്ട് കുക്കായിട്ട് വരുവേ. അപ്പോൾ നിങ്ങൾക്കൊരു ഫംഗ്ഷൻ, ഒരു പാർട്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള വെറൈറ്റി റൈസാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കാം. മന്തീൻ്റെയോ കപ്സേൻ്റെയോ ഒന്നും ടേസ്റ്റ് അല്ല, ബിരിയാണീൻ്റെയും ഒന്നും ടേസ്റ്റ് അല്ല. മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. മുന്നേ ട്രൈ ചെയ്തിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും അതിന് ടേസ്റ്റ് എത്രത്തോളം ഉണ്ടെന്ന്. അപ്പോൾ ഇനിയിപ്പോൾ ഒന്നുമില്ല, നമ്മൾ റഫിക്കാൻ വന്നിട്ടുണ്ട്, ഫുഡൊക്കെ കഴിക്കട്ടെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനിയിപ്പോൾ നമ്മൾ റമദാനിലെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ഞാൻ ഫെബ്രുവരിയിൽ നമുക്ക് ഫ്രീ ആവാമെന്നല്ല, കുറച്ച് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഈ ഒരു മാസം തന്നെ ക്ലീനിങ് പരിപാടി അങ്ങ് സ്റ്റാർട്ട് ചെയ്തിട്ട് തീർക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. നിങ്ങൾ എൻ്റെ കൂടെ കൂടുന്നുണ്ടോ, ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യുന്ന സമയത്ത് യൂസ്ഫുൾ ആവുമല്ലോ. ഞാൻ എന്തായാലും ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അഭിപ്രായം കാര്യങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം അതെന്തുതന്നെയാണെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. ഒരു സ്മൈലിയെങ്കിലും നിങ്ങൾ കമൻറ്റായിട്ട് ഇടാൻ മറന്നു പോലെ. നിങ്ങളുടെ കമൻറ്റും ലൈക്കും ഒക്കെ കാണുമ്പോഴാണ് നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്കും വരാൻ വേണ്ടിയിട്ട് തോന്നുക. നല്ല നല്ല വീഡിയോസ് നമ്മൾ തരുമ്പോൾ നിങ്ങൾ കമൻറ്റും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും നല്ല നല്ല കമൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളെ മോട്ടിവേഷൻ ഞാനാണെങ്കിൽ എൻ്റെ മോട്ടിവേഷൻ നിങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.